ക്വസ്റ്റ്യൻ നമ്പർ 10. ചോദ്യം ഹൈപ്പർ കോൺജുഗേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത ചാപ്റ്റർ പറയുകയാണെങ്കിൽ പൊതുവേ നിങ്ങളുടെ സം ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പഠിച്ചില്ലേ, ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്, ആ ചാപ്റ്ററിൽ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന്. ദ സൈക്ലിക് കാറ്റയോൺ ഹാവിംഗ് ദ സെയിം നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പോൾ ആൽഫാച്ചിന്റെ നമ്പർ നിങ്ങൾ നോക്കി എന്ത് നോക്കിയാൽ മതി, ആൽഫാച്ചിന്റെ നമ്പർ എന്ത് ചെയ്താൽ മതി നോക്കിയാൽ മതി. എന്താ ആൽഫാച്ച്? കാർബോകാറ്റോണിന്റെ ആൽഫാച്ച് ആണെങ്കിൽ കാർബോകാറ്റോണിന്റെ തൊട്ടടുത്തുള്ള കാർബണിന്റെ അടുത്തുള്ള എച്ച് ആണ് ആൽഫാച്ച്. ഇതാ കാർബോകാറ്റോൺ, അതിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ഇയാളും ഇയാളും ഇയാളും. ഇവിടെ 2 ആൽഫാച്ച്, ഇവിടെ 3 എണ്ണം, ഇവിടെ 1. അപ്പോൾ 3ഉം 2ഉം 1ഉം ടോട്ടൽ 6 ആൽഫാച്ച് ഉണ്ടാവും. എത്ര ആൽഫാച്ച്? 6 ആൽഫാച്ച്. അടുത്തത് ഇതാ കാർബോകാറ്റോൺ, തൊട്ടടുത്തുള്ള കാർബൺ ഇയാളും ഇയാളും ഇയാളും. ഇവിടെ 3 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം. 3, 2, 2 ടോട്ടൽ 7 ആൽഫാച്ച് ഉണ്ടാവും. 7 ആൽഫാച്ച്. അടുത്തത് ഇതാണ് കാർബോകാറ്റോൺ, തൊട്ടടുത്തുള്ള കാർബൺ ഇയാളും ഇയാളും ഇയാളും. ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 1. അപ്പോൾ 5 ആൽഫ. എത്ര ഉണ്ടാവും? 5 അല്ലേ വരിക? സോറി ഇവിടെ 2 ഇവിടെ 2H, ഇവിടെ 2H, ഇവിടെയും 2H. അതായത് 6 ആൽഫാച്ച് ഉണ്ടാവും. 6 ആൽഫാച്ച് ഉണ്ടാവും. അടുത്തത് ഇതാണ് നമ്മൾ കാർബോകാറ്റോൺ, തൊട്ടടുത്തുള്ള കാർബൺ ഇയാളും 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 അല്ലേ. ഇവിടെ 2 ആൽഫാച്ച്, ഇവിടെയും 2 ആൽഫാച്ച്, ഇവിടെ 1 ആൽഫാച്ച്. ടോട്ടൽ 5 ആൽഫാച്ച് ഉണ്ടാവും. ഇതുണ്ടാവും 5 ആൽഫാച്ച് ഉണ്ടാവും. ചോദ്യം എന്താ? ഇതിൽ ആർക്കാണ് സെയിം ആൽഫാച്ച് വരുന്നതെന്ന്? ഇവിടെയും 6, ഇവിടെയും 6. അതായത് കേക്കും സിക്കും സെയിം നമ്പർ ഓഫ് ആൽഫാച്ച് ആണ്. അതായത് ഓപ്ഷൻ 1 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക കേട്ടോ.